സോയ ചങ്ക്സ് മസാലക്കറി മിക്കവർക്കും തയ്യാറാക്കാൻ അറിയാം. എന്നിരുന്നാലും ഈ സ്പെഷ്യൽ സോയ ചങ്ക്സ് മസാലക്കറി എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതിനായിട്ട് സോയ ചങ്ക്സ് ആവശ്യമുള്ളത് കുറച്ച് വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഊറ്റി തണുത്ത വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ഇട്ട് വയ്ക്കുക. കറിക്ക് ആവശ്യമുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. ഒരു പാൻ ചൂടാകുമ്പോൾ 2 സ്പൂൺ എണ്ണ, ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഏത് ടൈപ്പ് എണ്ണയായാലും കുഴപ്പമില്ല. അതിലേക്ക് 2 വലിയ സവാള നീളത്തിലരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 5-8 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നവരെ വഴറ്റുക. അതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റിയതിന് ശേഷം ഒരു പിടി തേങ്ങ ചിരവിയത്, ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് തിളക്കാൻ വയ്ക്കുക. വെള്ളത്തിൽ നിന്ന് സോയ ചങ്ക്സ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി, സ്വാദിനാവശ്യമുള്ള ഉപ്പ്, ഇത്രയും ചേർത്തതിന് ശേഷം 1 കപ്പ് നല്ല പുളിയുള്ള ഉടച്ച തൈര് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അരപ്പിന് തയ്യാറാക്കിയ തക്കാളി, സവാള വഴറ്റിയതൊക്കെ തണുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 8-10 കശുവണ്ടി കൂടെ ചേർത്ത് നല്ല മയത്തിൽ അരപ്പ് തയ്യാറാക്കുക. ഒരു ഉരുളിയോ പാനോ വെച്ച് അതിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് കൂടെ ഇട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് എണ്ണ തെളിയുന്നവരെ വഴറ്റുക. അതിനുശേഷം ലോ ഫ്ലെയിം ആക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കുക. സോയ ചങ്ക്സ് വെന്തിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് ചേർക്കുക. മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. സ്വാദ് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. വീണ്ടും സ്ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് വേവിക്കുക. ഗ്രേവി ആവശ്യമുള്ളവർ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേവിക്കാം. ഞാൻ കുറച്ച് കട്ടിക്കാണ് തയ്യാറാക്കുന്നത്. കുറച്ച് മല്ലിയിലൂടെ തൂവി ഇളക്കി യോജിപ്പിച്ച് വാങ്ങാം. അങ്ങനെ സ്വാദിഷ്ടമായ സോയ ചങ്ക്സ് മസാലക്കറി റെഡി. ഞാനിന്ന് അത്താഴത്തിന് ഈ റൈസിനോടൊപ്പം സോയ ചങ്ക്സ് മസാലക്കറി കൂട്ടി കഴിക്കണം. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം തന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നോട് കമൻറ്റ് ചെയ്യൂ. വല്ലപ്പോഴും എനിക്കും ആ വിധത്തിൽ തയ്യാറാക്കാമല്ലോ.